എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ട്രാവൽ സ്റ്റോറിന്റെ വേറൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമന്റ്സ്, ക്വസ്റ്റ്യൻസ് അതൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് മേക്സ് മീ to continuously do this vlog. Thank you so much for all your support. Watching this video for the first time, please don't forget to subscribe. Click the bell button for notification. Every Wednesday and Saturday, you will be getting a new vlog from my channel. ഓക്കെ, നമ്മൾ കണ്ടത് പ്രാഗിന്റെ വിശേഷങ്ങളാണ്. അത് പ്രാഗിൽ നിന്ന് നെക്സ്റ്റ് കൺട്രി വാട്ട് വി ട്രാവൽഡ് ജർമ്മനി. ജർമ്മനിയിലേക്കാണ് ഞങ്ങൾ പ്രാഗിൽ നിന്ന് പോയത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രാഗിൽ നിന്ന് ജർമ്മനിയിലേക്ക് അഗൈൻ ഇറ്റ്സ് ജസ്റ്റ് 4 hours ട്രെയിൻ ജേർണി. സോ പ്രാഗിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോകാൻ നമ്മൾ വീണ്ടും ഇന്റേണൽ ട്രെയിൻ സർവീസ് ആണ് യൂസ് ചെയ്തത്. ജർമ്മനിയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബെർലിനിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. പറയുമ്പോൾ തന്നെ എന്താണ് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? ഒത്തിരി നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലേ ഹിസ്റ്ററിയിൽ. ബെർലിൻ വാൾ, ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ ഹിസ്റ്ററി. ബെർലിൻ വാൾ, എ വാൾ വിച്ച് സെപ്പറേറ്റഡ് പീപ്പിൾ വിത്തിൻ എ കൺട്രി for around 28 long years. ബെർലിൻ വെസ്റ്റ് ആൻഡ് ബെർലിൻ ഈസ്റ്റ് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വാൾ ആയിരുന്നു ബെർലിൻ വാൾ. ആൻഡ് അത് മെയിൻലി ചെയ്തത് പീപ്പിൾ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാവൽ ചെയ്യുന്നു, അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത് തടയാൻ വേണ്ടി രണ്ട് കൺട്രീൻ്റെയും ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് രണ്ട് പ്ലേസസിന്റെ ഇടയിൽ ഒരു സിറ്റിന്റെ ഒരു വിത്തിൻ ദ കൺട്രി ഉണ്ടാക്കിയ ഒരു വാളാണ് ബെർലിൻ വാൾ. ആൻഡ് ദാറ്റ് എക്സിസ്റ്റഡ് such a long years, like 28 years, and it has a very very tragic memories, tragedy ആയിട്ടുള്ള ഒത്തിരി കുറേ മൂവീസ് അതിൻ്റെ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നു. ഇപ്പോഴും നമ്മൾ പോയി അവിടെ കാണുമ്പോൾ the wall does not exist now, that got destroyed. ഇപ്പം പീപ്പിൾ മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൺലി പീപ്പിൾ, റൈറ്റ്? ലൈക്ക് പീപ്പിൾ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ എക്കണോമി, കൾച്ചർ, എവറിഥിങ്. ഇറ്റ്സ് now it is freely രണ്ട് ഈസ്റ്റും വെസ്റ്റും it can be freely moved, the entire thing within the city Berlin, if it's their economy, is it their culture, people, everything. പക്ഷേ മുന്നേ അത് അങ്ങനെ ആയിരുന്നില്ല. അതിന് എന്താണ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബെർലിൻ വാള് ബിൽഡ് ചെയ്തത്. ആൻഡ് ദാറ്റ് എക്സിസ്റ്റഡ് ഫോർ ഓൾമോസ്റ്റ് 28 years. ഇപ്പോഴും ഒരു വലിയ മ്യൂസിയം ഉണ്ട് അവിടെ. ഇറ്റ് ഹാസ് എ ലോട്ട് ഓഫ് സിഗ്നിഫിക്കൻസ് ഈവൻ നൗ. മ്യൂസിയം വിച്ച് ഹാസ് ഓൾ ദിസ് so many things. The entire history of Berlin is depicted. All ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചത്, ബ്രേക്ക് ആയത് എങ്ങനെയാ, അതിനൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുള്ള മ്യൂസിയം ഉണ്ട്. പക്ഷെ ഇപ്പോഴും പോയി നോക്കുമ്പോൾ it does not give you, the wall does not give you a pleasant feel. At least the feel like wall is broken gives you a pleasant feel. So ഇപ്പൊ നോക്കുമ്പോഴും ആ വാൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ എന്താണ് റിമൈനിങ്സ്, ലൈക്ക് കുറച്ചൊരു കോൺക്രീറ്റ് പോലെയുള്ള സ്ഥലങ്ങൾ, പിന്നെ കുറെ മെറ്റൽ വാൾ ഉണ്ടാക്കാൻ ഇരുന്ന കുറെ മെറ്റൽ എന്താ പറയാ നമ്മള് and those things are still there on the road. And it's so surprising, middle of the road you will see this, like വണ്ടികളൊക്കെ പോകുന്ന ഒരു ശരിക്കുള്ള ഒരു റോഡിന്റെ നടുക്കാണ് ഇതിന്റെ റിമൈനിങ്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. And it makes you go back and read your history, what you have studied earlier, and such a panic situation people would have gone into. അവരുടെ റിലേറ്റീവ്സ് ഈ ഭാഗത്താണ്, മറ്റവർ ആ ഭാഗത്ത്, അങ്ങനെയുള്ള ഒത്തിരി മൂവീസ് വന്നിട്ടുണ്ടായിരുന്നു. If you have not watched, I think you should watch how significant that Berlin Wall was.
സോ അതാണ് ബെർലിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം ഞങ്ങൾ പോയി കണ്ടത്. അത് കൂടാണ്ട് ഒത്തിരി വിശേഷങ്ങളുണ്ട് ബെർലിനകത്ത്, ബെർലിനിൽ കാണാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാം. ആൻഡ് വൺ ഓഫ് ദ അക്വാറ്റിക് ലിഫ്റ്റ് one in the world, I think that is was there. Aquatic lift എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന ലിഫ്റ്റിനകത്ത് അവരുടെ അക്വാറ്റിക് വേൾഡ് ആണ് അതിൻ്റെ ചുറ്റും. അപ്പോൾ ഫുൾ ഫിഷ് അതൊക്കെയാണ് ആ ലിഫ്റ്റിൻ്റെ സറൗണ്ടിങ്ങിലായിട്ട് ഉള്ളത്. സോ വെൻ യു ആർ ഗോയിങ് ഫ്രം ലൈക്ക് ഗ്രൗണ്ട് ഫ്ലോർ ടു ഐ തിങ്ക് if you're going, for example, if you're going to 5th floor, the entire journey what you see is full of fishes, and അതിൻ്റെ നടുവിലാണ് നിങ്ങൾ, and then you go to wherever which floor you wanted to. And this is one among unique thing which is available, which is existing in the world. So that was very attractive in Berlin. Pinne Madame Tussauds polele, which you would have seen in my I think the Thailand video. There also we had most of the, I think many of the countries it has Madame Tussauds. Adoru significant attraction aayirunnu. So you will, and they're all historical places like the Berlin Parliament and so many other monuments. The Berlin Dome that gives the entire 360-degree view of the city. All of this were very, very attractive in Berlin. You can see all the details in my video. Welcome to the Aquadome. This is the biggest freestanding aquarium in the world. And if you have any questions, don't hesitate to ask. I would like you not to use the stairs while we're driving, and if you take pictures, please turn off your flashlights. Hier unten können wir anfangen, ein Spiel zu spielen. Das nennen wir Findet Nemo. Und ich gebe euch einen Hinweis. Wenn ihr ihn finden wollt, müsst ihr an den oberen Rand des Steins schauen.
this river and see the beauty of the city from a distance. So that was very nice. We went in the evening, so you can see the sunset also. And for my surprise, it's like towards April end we went. 8 minutes. The sunset is happening around 8:30. I mean, can you believe? It's like almost night time, 8:30. So you get such a long day time. 8:30 കാണാൻ അവിടുത്തെ 8:30 ആകുമ്പോഴാണ് സൺസെറ്റ് നടക്കുന്നത്. ഇറ്റ് വാസ് such a beautiful thing to see. And the day becomes longer. ഇവിടെ ആയാലും sometimes sunset happens late, but not till 8:30. I never seen. Like 7 ആകുമ്പോഴൊക്കെ 7 മണിയായിട്ടും പകല് പോലെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് 8:30 ആയിട്ടും നമ്മൾ see, we start feeling hungry and all that, right? I mean, sunset കഴിഞ്ഞിട്ട് കണ്ടിട്ട് പോവാം എന്നുള്ളതിൽ വെയിറ്റ് ചെയ്ത് when you look into the clock, we feel like 7:30 ഇപ്പോൾ സൺസെറ്റ്, അല്ലെങ്കിൽ 6:30 7 മണി അവറായി, ഇപ്പോൾ സൺസെറ്റിന് അവറായി. അപ്പം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ ചിലപ്പോൾ സൺസെറ്റ് മിസ്സാവും. സോ ലെറ്റ് us see the sunset and then we will go like that, saying അങ്ങനെ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് ഇത് 7 പോയി 7:30 പോയി 8 മണി പോയി 8:30 ആണ് അന്ന് ഞങ്ങൾ ബെർലിനിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സൺസെറ്റ് കണ്ടത്. And that was something very unique and which we don't normally see. That was one surprise which we have seen in Berlin. നിങ്ങൾ കണ്ടത് ബെർലിൻ വിശേഷങ്ങളാണ്. അടുത്ത വ്ലോഗിൽ വേറൊരു കൺട്രീൻ്റെ ഡീറ്റെയിൽസും ബ്യൂട്ടിഫുൾ പിക്ചേഴ്സും അതിൻ്റെ നെറേറ്റീവ്സുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടിൽ നൗ ഓൺ മൈ Berlin story. The next episode I'll come with a new country with the new details and the beautiful pictures what we have taken. Stay tuned, keep watching the channel, and thank you so much for all your support. And include your comments as well, and if you have any questions, you can put it in the comments box. I have a lot of people reaching out to me in person to asking a lot of details. You can still comment in the comment box as well, and subscribe if you are seeing this channel for the first time. Thank you so much.